നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രത്യേകതരം ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, അതായത് ലെമൺ ചിക്കൻ. അപ്പോൾ ലെമൺ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കേണ്ടതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 നാരങ്ങ മുഴുവനും പിഴിഞ്ഞത് ഈ പൊടികൾക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം കൂടി ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ രുചിക്ക് ആവശ്യത്തിന് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് അതും കൂടി ഈ മസാലയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിനകത്തേക്ക് നമ്മൾ വരഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഇട്ട് നന്നായിട്ട് ഈ മസാലകൾ ആ ചിക്കൻ പീസുകളുടെ മുകളിൽ പുരട്ടി കൊടുക്കുക. മസാലയെല്ലാം പുരട്ടിയ ശേഷം കുറഞ്ഞതൊരു 30 മിനിറ്റ് എങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക. ഞാനിപ്പം ഒരു മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു ചൂടായ പാനിലേക്ക് ഒരല്പം എണ്ണ കൂടി ഒഴിച്ച് ഈ കഷ്ണങ്ങൾ ഓരോന്നും അതിന് പുറത്ത് നിരത്തി വെച്ചേക്കാണ്. ചിക്കൻ പീസ് എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുവാൻ വേണ്ടി നമ്മളൊരു കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ആ ഒരു സൈഡ് നന്നായി മുരിഞ്ഞ ശേഷം എല്ലാ പീസുകളും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് എല്ലാ സൈഡുകളും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. അങ്ങനെ ഇപ്പം നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡുകളും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലെമൺ ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ശുഭദിനം. ബൈ.